ജിൽസി ജയരാജ് അവതരിപ്പിക്കുന്ന കോൽക്കളി. മൈക്കോടെ ആ പയ്യനെ രണ്ടാമതിക്ക് ആദ്യം മൈക്കോടുക്കുന്നത്. നീ ഇതിനിടയ്ക്ക് യഥാർത്ഥ കളി നടക്കണം. കാരണം ഇതൊക്കെ എനിക്ക് യെസ്. അപ്പൊ അവർക്ക് കോൽക്കളി, ഞാൻ കോല് കൈമാറിയിരിക്കുന്നു. കോൽക്കളി മത്സരം തുടങ്ങട്ടെ. റെഡി? ഒരു മൈക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. യെസ്, മൈക്ക് അവിടെ ഉണ്ടല്ലോ. പാടാൻ ഇതാ മൈക്ക് സ്റ്റാർട്ട് ചെയ്തോ. കോൽക്കളി മത്സരം ആരംഭിക്കുകയാണ്. ജീവിതമല്ലോ ഉദാത്തമായ ലഹരി ജീവിതമല്ലോ ഉദാത്തമായ ലഹരി ജീവിതമല്ലോ ഉദാത്തമായ ലഹരി ജീവിത മൂല്യങ്ങളും തിരിയാത്തലം ചെയ്തോന്റെ കളരി ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ ഞാനിപ്പോ പറയാൻ വന്ന ഡയലോഗാണ്. ഞാൻ വേറെ കാര്യം ഇങ്ങോട്ടോ പോയാൽ എല്ലാം തവിടും. ഞാൻ വേറെ കാര്യം ആലോചിച്ചു. നിങ്ങൾ വല്ലതാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ വല്ലവരുടെ മണ്ട അടിച്ചു അല്ലെങ്കിൽ അവരുടെ അല്ല ഇതിനകത്ത് ഒരാൾക്ക് ഒരു കാല് വിളിച്ചാൽ ഒരു ചുവട് വിളിച്ചാൽ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഷബീർ ഓമറിന്റെ നെഞ്ച് തകരുന്നുണ്ട്. വല്ല ആയുധം വെച്ചുള്ള കളിയാണല്ലേ. ഇങ്ങനെ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ?
ഒരു ഏകദേശം ഒരു 6 മാസത്തോളം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഭയങ്കര താളമല്ലേ, ഒരു ചുവട് ഒരാൾക്ക് വിളിച്ചാ പോയി. അത് ആ കളി പോകും, മൊത്തത്തിൽ പോകും. അങ്ങനെ പോക്കിയ ഒരാൾ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. പണ്ട് സ്കൂൾ കലോത്സവത്തിന് സ്കൂള് ചോദിച്ചോ? സ്കൂള് സ്കൂൾ ഏതാ? സ്കൂൾ IKDCS ചെറുകുളമ്പ, മലപ്പുറത്തുള്ള. അപ്പൊ ജിൽസി മിൽമയുടെ ഗിഫ്റ്റ് കൊടുത്തോ? യെസ്, അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് വാങ്ങിക്കുക. മിൽമ സ്പോൺസർ ചെയ്യുന്ന ഗിഫ്റ്റ് ഉണ്ട്. യെസ് യെസ്, ഇവരുടെ അധ്യാപകൻ കൂടെ ഉണ്ട്. ഇവരുടെ ഒരു അധ്യാപകൻ ഇവരെ പഠിപ്പിച്ച ആളെ കൂടെ ഒന്ന് കാണാം ഇവിടെ. യെസ്, ആണോ? ആ, പഠിപ്പിച്ച അധ്യാപകനുണ്ടോ? ആ, ഇവരെ പഠിപ്പിച്ച ആളുണ്ടോ? പഠിപ്പിച്ച ആളല്ല, സഹപരിശീലകരുണ്ട്. പൂർവ്വ വിദ്യാർത്ഥിയാണ്. അപ്പൊ എന്തായാലും കുട്ടികൾ ഇങ്ങനെ നന്നായി പെർഫോം ചെയ്യുമ്പോൾ ഭയങ്കര അഭിമാനമാണല്ലേ? അവരെ ഒരുപാട് കാലത്തെ കഷ്ടപ്പാടാണ്. 4-5 വർഷമായിട്ട് വരുന്നത്. അറിയാം, കണ്ടാ 5 വർഷമായിട്ട് ഞങ്ങൾ തന്നെയാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഓ, അപ്പൊ ഭയങ്കര ആധിപത്യം നിലനിർത്തുന്ന team. ആധിപത്യം തന്നെയാണ് ഇത്. Thank you. കഴിഞ്ഞ വർഷത്തെ കുട്ടിയാണ്, ഇപ്പൊ അവൻ പരിശീലനത്തിന്റെ വഴിയിലാണുള്ളത്. ശരി. തീർച്ചയായും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു കലാ പാരമ്പര്യം തന്നെയാണ്. പിന്നെ ഒരു പുലിക്കളി പാരമ്പര്യം അതുവരെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ അഭിമാനമാണ്, സന്തോഷമാണ്. പാരമ്പര്യം അങ്ങനെ എത്രയോ കാലങ്ങൾ നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോ